Hi dear friends, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് മെലനെ കൊണ്ട് മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ മിൽക്ക് ഷേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഒരു സ്വീറ്റ് മെലന്റെ പകുതിയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. കഴുകിയിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഞാനിവിടെ ഈ സ്വീറ്റ് മെലോണൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഗ്രേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മുടെ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു മിക്സിയുടെ ജാർ എടുക്കാം, അതിലോട്ടേക്ക് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂസ് ആണ്, അണ്ടിപ്പരിപ്പ്. അതിപ്പോൾ ഒരു 5-8 ഞാൻ എടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുണ്ടാവും. പിന്നെ ഈ അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് ബദാം കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള സ്വീറ്റ് മെലോന് അത്ര മധുരമൊന്നുമില്ല, കുറച്ച് മധുരം കുറവാണ്. അതുകൊണ്ട് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീമാണ്. ഞാനിവിടെ ഒരു കപ്പോളം വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഒരു മിൽക്ക് ഷേക്കിന് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. ഇനി നമ്മൾ ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഞാനിവിടെ 1 കപ്പ് പാല് നല്ലവണ്ണം തന്നെ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ടേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നട്ട്സൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാകുന്നത്. പിന്നെ പാലിൽ തന്നെ അടിച്ചെടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് സ്വീറ്റ് മെലോൺ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഫൈനലായിട്ട് കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഞാനിപ്പോൾ വെളുത്ത എള്ളും കൂടി ഇട്ടൊന്ന് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിക്കാനും കാണാനൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് മെലോൺ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നമ്മൾ ഐസ്ക്രീമൊക്കെ ചേർത്തതുകൊണ്ട് നല്ല റിച്ച് ആണിത്. അപ്പോൾ എല്ലാവരും തന്നെ ഇഫ്താറിൻ്റെ സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്